ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ഉം 8ഉം ശ്ലോകങ്ങളാണ്. ശ്രീമന്നാരായണീയം ദശകം 87 കുചേലവൃത്തം ശ്ലോകം 7. ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേകനിശാം മഹാസുഖം ബദാ പരേദ്യുർദ്രവിണം വിനായയൗ വിചിത്രരൂപസ്തവ ഖല്വനുഗ്രഹ. വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഭക്തേഷു ഭക്തേന സ മാനിത സ്ത്വയാ പുരീം വസൻ ഏകനിശാം മഹാസുഖം ബദാപരേദ്യുർ ദ്രവിണം വിനാ യയൗ വിചിത്ര രൂപ സ്തവ ഖല്വനുഗ്രഹ. അർത്ഥം സ അയാൾ ഭക്തേഷു ഭക്തന്മാരിൽ ഭക്തേന ഭക്തനായ ത്വയാ അങ്ങയാൽ മാനിത ഉപചരിക്കപ്പെട്ടവനായി ഏകനിശാം ഒരു രാത്രി മഹാസുഖം വലുതായ സുഖത്തോടുകൂടി പുരീം ദ്വാരകാ നഗരത്തിൽ വസൻ താമസിച്ചിട്ട് അപരേദ്യു പിറ്റേ ദിവസം ദ്രവിണം വിന ധനമൊന്നും നേടാതെ യയൗ തിരിച്ചു പോന്നു ബദ അത്ഭുതമെന്നു പറയട്ടെ തവ അങ്ങയുടെ അനുഗ്രഹം വിചിത്രരൂപ ഖലു വിചിത്രമായിട്ടുള്ളതാണല്ലോ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ നോക്കാം. ഭക്തേഷു ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭക്തേന ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സ മാനിത സ്ത്വയാ പുരീം വസൻ ഏകനിശാം ചേർത്ത് ചൊല്ലുമ്പം വസന്നേകനിശാം മഹാസുഖം ഖം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ബദാ പരേദ്യുർ ദ്രവിണം വിനായയൗ വിചിത്ര രൂപ സ്തവ ഖലു അനുഗ്രഹ. അവിടെ വിസർഗം ഖല്ലു അനുഗ്രഹ ചേർത്ത് ചൊല്ലുമ്പോൾ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേകനിശാം മഹാസുഖം ബദാ പരേദ്യുർദ്രവിണം വിനായയൗ വിചിത്രരൂപസ്തവ ഖല്വനുഗ്രഹ. അടുത്തത് 8ാമത്തെ ശ്ലോകം. യദിഹ്യയാചിഷ്യമദാസ്യദച്യുതോ വദാമി ഭാര്യാം കിമിതി വ്രജന്നസൗ ത്വദുക്തിലീലാസ്മിതമഗ്നധീ പുനഃ ക്രമാത പശ്യന്മണിദീപ്രമാലയം. വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. യദി ഹ്യയാചിഷ്യം അദാസ്യത് അച്യുതോ വദാമി ഭാര്യാം കിമിതി വ്രജൻ അസൗ ത്വത് ഉക്തി ലീലാ സ്മിത മഗ്നധീ പുനഃ ക്രമാത് അപശ്യൻ മണിദീപ്രം ആലയം. അർത്ഥം യദി അഹം അയാചിഷ്യം ഞാൻ യാചിച്ചിരുന്നുവെങ്കിൽ അച്യുത ഭഗവാൻ കൃഷ്ണൻ അദാസ്യത് ഹി തരുമായിരുന്നു അഹം ഞാൻ ഭാര്യാം ഭാര്യയോട് കിം എന്തുതന്നെ വദാമി പറയട്ടെ ഇതി ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് വ്രജൻ യാത്ര ചെയ്യുന്നവനായ അസൗ ഈ കുചേലൻ ത്വദുക്തിലീലാസ്മിതമഗ്നധീ അവിടുത്തെ സ്നേഹമസൃണമായ വാക്കിലും വിനോദങ്ങളിലും പുഞ്ചിരിയിലും ലയിച്ച മനസ്സോടു കൂടിയവനായി പുനഃ വീണ്ടും ക്രമാത് സ്ഥലമോരോന്നും പിന്നിട്ട് മണിദീപ്രം രത്നം കൊണ്ട് ശോഭിക്കുന്ന ആലയം ഗൃഹത്തെ അപശ്യൻ കണ്ടു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. യദി ഹ്യയാചിഷ്യം അദാസ്യത് അച്യുതോ ചേർത്തിട്ട് ഹ്യയാചിഷ്യമദാസ്യദച്യുതോ വദാമി ഭാര്യാം
ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കിമിതി വ്രജൻ അസൗ, വ്രജന്നസൗ. ത്വത് ഉക്തി ലീലാ സ്മിത മഗ്നധീ, അവിടെ വിസർഗം. ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പുനഃ, അവിടെയും വിസർഗം. ക്രമാത് അപശ്യൻ മണിദീപ്രം ആലയം. യദി ഹ്യയാചിഷ്യമദാസ്യദച്യുതോ വദാമി ഭാര്യാം കിമിതി വ്രജന്നസൗ. ത്വദുക്തിലീലാസ്മിതമഗ്നധീ പുനഃ ക്രമാദപശ്യൻ മണിദീപ്രമാലയം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.